ഇത് ഗ്രീൻ റെയിൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നിറയെ മുട്ട് വരുന്ന വെറൈറ്റിയാണ് ഗ്രീൻ റെയിൻ. ഒരുപാട് മുട്ടുണ്ട്. ഒരു ബൗൾ വെറൈറ്റിയാണിത്. ചെറിയ പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നിറയെ ഫ്ലവർ കിട്ടുന്നൊരു വെറൈറ്റിയാണ് ബൗൾ വെറൈറ്റി എന്ന് പറയുന്നത്. മൈക്രോ ലോട്ടസ് ആണ്. ഇതൊന്ന് വിരിയിച്ച് കൊടുക്കുക. കൈ കൊണ്ട് പതുക്കെ നെതൽ വരുത്തി കൊടുത്താൽ മതി. മഴ ആയത് കാരണം ഒരുപാട് വെയിലുമില്ല. അപ്പോൾ അത് കാരണം ഒന്ന് വിരിയിച്ച് കൊടുക്കണം. ഇതൊരു പച്ചത്താമരയാണിത്. പച്ച വെറൈറ്റീസിലത്തെയാണിത്. ഇതെപ്പോഴും നമ്മളൊന്ന് വിരിയിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. എന്താ വെച്ചാൽ തനിയെ വിരിയില്ല. വിരിയിച്ച് കൊടുത്തില്ലെങ്കിൽ അത് അങ്ങനെ നിന്ന് കരിഞ്ഞു പോവുള്ളൂ. ഇത് നട്ടു കൊടുത്തിരിക്കുന്ന വെറും മണ്ണ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒരു വളമൊന്നും ചേർത്തിട്ടില്ല. ചാണകപ്പൊടി പോലും കൊടുത്തിട്ടില്ല. വീട്ടിൽ സാധാരണ മണ്ണിൽ വെച്ച് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ഫ്ലവർ വരുന്നുണ്ട്. വളങ്ങളൊന്നും ഒന്നും ആവശ്യമില്ല ഇതിന്. ഇതുണ്ടല്ലോ നിറയെ ഫ്ലവർ കിട്ടുന്നുണ്ട്. ഇതിന് മഴയത്തും വെയിലത്തൊക്കെ അത് പൂക്കും. ഇതിപ്പോൾ ഒരുപാട് ഉയരത്തൊന്നും പോയിട്ടില്ല. ഇത് ഫസ്റ്റ് ഫ്ലവറാണ് ഇപ്പോൾ ഇത് വെച്ചിട്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇങ്ങനെ ഉയരത്തിലിങ്ങനെ വരും. കുറച്ചും കൂടി ഉയരമുണ്ടാവും. ബോൾ വെറൈറ്റി ആണല്ലോ. നിറയെ തുരുത്തിരിങ്ങനെ മുട്ടുകൾ വരുന്ന വെറൈറ്റിയാണിത്. കുറേ പേര് ചോദിക്കുന്നത് കൊതു വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കസ്റ്റമേഴ്സ്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി അസോള. പിന്നെ ഇത് നിറയെ ഇല ഉള്ളത് കാരണം കൊണ്ട് തന്നെ ഇതിൽ കൊതൊന്നുമില്ല. ഇതാണ് അസോള എന്ന് പറയുന്ന സാധനം. ഇതാണ് അസോള. ഇത് നല്ലൊരു വളമാണിത്. പിന്നെ ചെടികൾക്കും നല്ലതാണ്. ഇതാണ്ട് നല്ല ക്ലിയർ ആയിട്ട് കിടക്കും. ഇങ്ങനെ അസോളൊക്കെ ഇട്ട് കൊടുത്താൽ. ഇതിലൊന്നും ഗപ്പിന്ന് ഇട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് കൊതൊന്നും വരില്ല. അങ്ങനെ അസോള അങ്ങനെ നിറഞ്ഞു കിടന്നാൽ മതി. മഴ ഇത് കാരണം നേരെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കുടയും പിടിച്ചിട്ടുണ്ട്. മഴയാണ്. ഇതുപോലെ നിറയെ ഇലകൾ വന്ന് കാരണം കൊണ്ട് തന്നെ ഇതിൽ എവിടെ ഒരു കൊതുവിന് മുട്ടയൊന്നും കാണില്ല. എല്ലാവരും അതാണ് ചോദിക്കാറ്, കൊതു വരില്ലേ എന്ന്. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഈ അസോളം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അസോൾ ഇട്ട് കൊടുത്ത് പറഞ്ഞിട്ട് ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. ചെടികൾക്കൊന്നും കുഴപ്പമൊന്നും ഇതുവരെ വന്നിട്ടില്ല. നന്നായിട്ട് തന്നെ ഉണ്ടാവാറുണ്ട്. അധികം ഒരുപാട് അസോള നിറയെ ആകുമ്പോൾ നമ്മളൊന്ന് കുറച്ച് വാരിയിട്ട് കളയുക. വേറെ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ മതി. ചെടികൾക്ക് നല്ലൊരു വളമാണിത് ഇട്ട് കൊടുക്കുമ്പോൾ. പിന്നെ താമര, വാട്ടർ ലില്ലി അങ്ങനെയുള്ളതൊക്കെ വയ്ക്കുമ്പോൾ പരമാവധി നല്ല വെയിൽ കിട്ടുമ്പോൾ തന്നെ വെച്ച് കൊടുക്കണം. വെയിലില്ലാ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പൂക്കില്ല, മുട്ടുകളൊന്നും വരില്ല. അപ്പം നല്ല വെയിൽ വേണം. തുറസായ സ്ഥലത്ത് വെച്ച് കൊടുക്കണം. മരത്തിൻ്റെ ചുവട്ടിലോ വീണ്ടും ഷെയ്ഡ് ഭാഗത്തൊന്നും വെച്ച് കൊടുക്കരുത്. സൺസൈഡിൻ്റെ അവിടെ ഒന്നും വെക്കരുത്. അപ്പോഴൊക്കെ പൂക്കൾ പോലെ കിട്ടൂല. ചെടികൾ വേഗം നാശവും ചെയ്യും. ശക്തിയായിട്ടുള്ള മഴ വന്ന് ഈ മരത്തിൽ നിന്നൊക്കെ വന്ന് വീഴുമ്പോൾ വേഗം നാശമാവും. ഇതുപോലെ തുറസായ സ്ഥലത്ത് തന്നെ വെക്കുകയാണെങ്കിൽ നന്നായി ഫ്ലവർ കിട്ടും. മഴ കഴിയുമ്പോൾ ഒരു വെയിലും വരുമ്പോൾ നന്നായി ഉഷാറായി നിൽക്കുകയും ചെയ്യും. അത് പച്ച വെറൈറ്റിയിൽ ഒരു നല്ലൊരു ബോൾ വെറൈറ്റിയാണിത്. അതുപോലെ നല്ല ഫ്ലവറും കിട്ടും വെച്ച് കഴിഞ്ഞാൽ. വേണമെങ്കിൽ NPK 19 ഒക്കെ വെച്ച് കൊടുക്കുക. ഒരു പേപ്പറിലാക്കി നടുവിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിൻ്റെ ഒന്നും ആവശ്യത്തിൽ വന്നിട്ടില്ല. അങ്ങനെ ഫ്ലവർ കിട്ടും. ഇതിൽ ചാണകപ്പൊടി പോലും കൊടുത്തിട്ടില്ല. വീട്ടിൽ സാധാരണ മണ്ണാണ് കൊടുത്തിട്ടുള്ളത്. മണ്ണിടുമ്പോൾ കല്ലില്ലാത്ത മണ്ണിട്ട് കൊടുക്കണം. കല്ലുണ്ടാകാൻ പാടില്ല. കല്ല് വന്നിട്ടുണ്ടെങ്കിൽ നേരം പോലെ ഉണ്ടാവില്ല. അവിടെയൊക്കെ വള്ളി ചുറ്റിയിട്ട് ശരിയാവില്ല. അപ്പോൾ കല്ലില്ലാത്ത നല്ല മണ്ണിട്ട് കൊടുക്കുക. ഇലകളൊക്കെ പഴയ ഇലകൾ വരുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പഴയ ഇലകൾ വരുന്നുണ്ടെങ്കിൽ മുട്ടില്ലാത്ത ഭാഗം നോക്കിയിട്ട് വെട്ടിക്കളയുക. മുട്ടുള്ള ഭാഗം വെട്ടിക്കളയരുത്. അപ്പം മുട്ട് കരിഞ്ഞു പോവുള്ളൂ. മുട്ടില്ലാത്ത ഭാഗം നോക്കി വെട്ടിക്കളയുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനായി കിടക്കും പോട്ട് എപ്പോഴും.